നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അനീഷ് ജോർജിൻ്റെ അകാല വേർപാടിൽ ആദ്യമായി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. BLO കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും BLOമാരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ഓടി നടന്ന ആളാണ് ഞാൻ. അതുപോലെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള രമേശ് ടി പിണറായി ഒന്നിച്ചിട്ടുണ്ട്. വളരെ ദുഃഖകരമായ ഒരു സംഭവമായിട്ട് കാണുന്നത്. കാരണം ഈ അനീഷ് ജോർജ് അടുത്ത കാലത്തായി BLO വന്നതാണ്. അതിനു മുന്നേ ഉണ്ടായിരുന്നത് അംഗനവാടി ടീച്ചറായിരുന്നു. അപ്പം അതിനിടയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം എടുത്തത് വെച്ചാൽ അംഗനവാടി ടീച്ചർമാരെയും അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റായിട്ടുള്ളവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് LD ക്ലർക്ക് ലെവലിലുള്ളവരെ മാത്രം BLOമാരാക്കിയാൽ മതി എന്നൊരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു BLOക്കും ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് BLOമാരെ പിരിച്ചുവിടുന്നത്. കാരണം ആരും അറിയുന്നില്ല. അപ്പം അവർ വില്ലേജ് ഓഫീസിൽ പോകുമ്പോഴാണ് അറിയുന്നത് പുതിയ BLO അവിടെ ചാർജ് എടുത്തു. അപ്പം പുതുതായി എടുക്കുമ്പം നിർബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർബന്ധപൂർവമായ അത് പ്രകാരമാണ് ഓരോ BLOയും എടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യാഘാതമാണ് അനീഷ് ജോർജിൻ്റെ ഈ അകാല വേർപാട്. തീർച്ചയായും ജോലി പിരിമുറുക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സംഘടന വിലയിരുത്തുന്നത്. മറ്റ് രാഷ്ട്രീയ ഇടപെടൽ ഒന്നും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഓരോ ബൂത്തിലും ഈ BLOമാരെ സഹായിക്കാൻ വേണ്ടി BLA ബൂത്ത് ലെവൽ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ ജില്ലാ സെക്രട്ടറിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ ഓരോ BLAമാരെ നിയമിക്കാറുണ്ട്. ആ BLAമാരാണ് BLOയെ സഹായിക്കേണ്ടത്. അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടീൻ്റെ BLAമാർ ഇദ്ദേഹത്തെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. തീർച്ചയായും അവർ പോകേണ്ടതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരു BLA ഉണ്ടാവും. അവരാണ് BLOയെ സഹായിക്കേണ്ടത്. അത്തരത്തിൽ ഈ BLOക്ക് നമുക്ക് ആരെയും ഒന്നിച്ച് കൂട്ടിപ്പോവാം. ആ ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ പലപ്പോഴും BLAമാരെ കിട്ടാറില്ല എന്നുള്ള സത്യം. കാരണം അവർ രാഷ്ട്രീയ പാർട്ടി ഭാഗമായതുകൊണ്ട് അവർക്ക് പല പ്രവർത്തനങ്ങളുണ്ടാവും. അതുകൊണ്ട് പലപ്പോഴും BLAമാരെ കിട്ടാറില്ല. എങ്കിലും ഞങ്ങൾ മറ്റു തലത്തിലുള്ള സൗഹാർദ്ദപൂർവ്വം ആൾക്കാരെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലാളുണ്ട് അവർ കൂട്ടി പോകാറുണ്ട്. അത്തരത്തിലാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ വരുന്നുണ്ട്. രാവിലെ കുടുംബവും ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ പറഞ്ഞത്. രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവാൻ ഒരു തരവില്ല. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടി നമ്മുടെ BLO ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. ഉദ്യോഗസ്ഥ സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് ഓരോ മിനിറ്റിനും ഇപ്പം ഈ SIRൻ്റെ ഭാഗമായിട്ട് നിരന്തരം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയും എത്രത്തോളമായി എത്ര ശതമാനമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ ഓൺലൈൻ ചെയ്യണം. നമ്മൾ ഫോം കൊടുക്കുന്നത് മാത്രമല്ല പൂരിപ്പിക്കുന്നത് മാത്രമല്ല അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രാത്രി അവരോട് നിങ്ങൾ ഫോം കൊടുത്തില്ലെങ്കിൽ സാറേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങൾ ഫോണിൽ ചെയ്യണം എന്നതിലൊക്കെ സംസാരിക്കുന്നത്. മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒരു ഉപദ്രവവും ഇന്നുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇരട്ടി. യെസ്. ഭയങ്കര വർക്ക് ലോഡാണ്. നേരത്തെ ഉള്ളതിനേക്കാളും ഭയങ്കര വർക്ക് ലോഡാണ് ഇപ്പം ഇതാക്കിയത്. പിന്നെ നേരത്തെ 6000 രൂപയായിരുന്നു ഇതിന് എമൗണ്ട് അറിയാം. അത് 7200 ഫോൺ ചാർജ് അടക്കമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിരന്തര സമ്മർദ്ദത്തിന് ഫലമായി ഇപ്പം 12000 രൂപയാക്കി. അല്ല 12000 പിന്നെ 1200 പറയും ഫോണിൻ്റെ. അത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് ഈയോട് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല, പിന്നെ ഇതിൻ്റെ ഭാഗമായി വിളിച്ചു എന്നാണ് ഞാൻ വായിച്ചിരുന്നു അത് പറഞ്ഞത്. പക്ഷേ സമ്മർദ്ദം ഉണ്ടായിച്ചാൽ കരുതിക്കൂട്ടി ആരും സമ്മർദ്ദം ഉണ്ടാക്കില്ലല്ലോ. പക്ഷേ ചിലവർക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ വില്ലേജ് ഓഫീസർ വിളിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറെ മേലെ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ലെവലിൽ ഇലക്ഷൻ തഹസിൽദാർ അടക്കം വിളിക്കും. അപ്പോൾ അവർ ഓരോ തട്ടിൽ വരുന്നവരുടെ പ്രശ്നക്കാരുണ്ടാവും. അപ്പം നേരെ മുകളിലെത്തവർ മേലെ വിളിക്കും, അങ്ങനെ താഴെ വിളിക്കും. തീർച്ചയായും നിരീക്ഷക എന്നതിൽ അവരാരും വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരല്ലാതെ കരുതിക്കുട്ടിയാരും സമ്മർദ്ദം ഉണ്ടാക്കില്ലല്ലോ. അപ്പം സ്വാഭാവികമായും ഈ ജോലി എന്ന് പറയുന്നത് വളരെ ചെയ്യേണ്ട ജോലി തന്നെയാണ്. അപ്പം അത് ഒരു താല്പര്യപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യേണ്ട ജോലിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന പകരം താല്പര്യമുള്ള ആളുകളാണ്. ഇപ്പം നിലവിലുള്ള ഒരുപാട് നന്നായി വർക്ക് ചെയ്യുന്ന അംഗനവാടി വർക്കർമാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള ആൾക്കാരാണ് നേരത്തെ ഉള്ളതിൽ സമയം നമ്മളിപ്പം കഴിഞ്ഞ് ഇന്നലെ ഒരു മീറ്റിംഗ് ആയിരുന്നു. നമ്മൾ 15 ദിവസം കൂടി നീട്ടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മർദ്ദം പിന്നെ ചില സംഘടനകൾ സർവീസ് സംഘടനകൾ ഇന്ന് പണിമുടക്കുന്നു എന്ന് പറഞ്ഞു. പണിമുടക്ക് മീൻസ് ഇന്ന് വർക്ക് ചെയ്യില്ലാണ്. പക്ഷേ അതിനോടൊന്നും നമ്മളെ കൂട്ടായ്മയ്ക്ക് യോജിപ്പില്ല. ഇത് തീർച്ചയായും നമ്മൾ എടുക്കേണ്ട ജോലി തന്നെയാണ്. അത് നിർബന്ധം എടുത്തിരിക്കുകയും ചെയ്യണം. നമ്മൾ ഒരു വളണ്ടറിയായി ചെയ്യേണ്ട ജോലിയാണ്. തീർച്ചയായും നമ്മൾ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു സേവനം കൂടിയാണിത്. ആ നിലയിൽ BLO കൂട്ടായ്മ കാണുന്നുണ്ട്. ഇന്നത്തെ പണിമുടക്കിനോട് നമുക്ക് യോജിപ്പില്ല.